രാവിലെ തന്നെ കിളിപോയ അവസ്ഥയാണ് കേട്ടോ. കാരണം പള്ളിയിൽ പോവാ, കോയമ്പത്തൂർ പോവാന്ന് പറഞ്ഞിട്ട് റെഡിയാവാൻ പറഞ്ഞ ഏട്ടൻ പെട്ടെന്ന് പറഞ്ഞു വണ്ടിയിൽ കുറച്ച് പണിയുണ്ട്, വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഇന്നസെൻ്റ് ചേട്ടൻ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വന്ന് എൻ്റെ കയ്യും കാലും എടുത്ത് അടുപ്പത്ത് വെക്കുന്നുള്ള അവസ്ഥയായിരുന്നു. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ക്ലീനിങ് പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദേഷ്യത്തിൻ്റെ പുറത്ത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ വലിച്ചു വാരിയിട്ട് ക്ലീനിങ് കഴിഞ്ഞാലും നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് മുട്ട വേവിക്കാൻ വെച്ചിട്ട് പുറത്ത് വന്ന് നല്ല മഴയുണ്ട്. മഴ നോക്കിക്കൊണ്ടേ ഇരുന്ന് ക്ലീൻ ചെയ്യണം. കാരണം അപ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് വേഗം അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് നമ്മൾ ആദ്യം മുട്ടനെ ഒന്ന് വറുത്തെടുക്കും. അത് കഴിഞ്ഞ് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഗരം മസാല, സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർക്കാറ്, ചതച്ച് ചേർക്കുക. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക കേട്ടോ. നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാല ആയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത് മൂന്ന് നാലെണ്ണം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുക. നന്നായി വെന്ത് കുറുകി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് മല്ലിയില തൂവി ഇറക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറ്, മോരുകറി, പപ്പടം, മുട്ട റോസ്റ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.